സോ ഇത് നമ്മുടെ അസാസിൻ ക്രീഡ് ഷാഡോസിന്റെ ഒരു റാപ്പിഡ് ഫയർ റിവ്യൂ തന്നെയായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുൾ ഫ്ലെജ് എനിക്ക് ഗെയിം കളിച്ചു തീർക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഗെയിമിന്റെ ടോട്ടൽ പ്ലേ ടൈമിലേക്ക് നമ്മൾ നോക്കിയാൽ 40-60 മണിക്കൂർ വരെയൊക്കെ ഉണ്ട് കംപ്ലീറ്റ് അതായത് 100% കംപ്ലീറ്റ് ചെയ്യണേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് എൻ്റെ പി സിയിൽ എനിക്ക് കളിക്കാൻ എന്താണെങ്കിലും സാധിച്ചില്ലായിരുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ PS5 കളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫൂട്ടേജസ് റെക്കോർഡ് ചെയ്യാനും സാധിച്ചിട്ടില്ല. സോ അതൊന്നും എന്താണെങ്കിലും ഈ ഒരു വീഡിയോയിൽ കാണില്ല. ഞാൻ എങ്ങനെയുണ്ട് ഈ ഒരു ഗെയിം നിങ്ങൾ കളിക്കണോ വേണ്ടിയോ എന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. സോ ആദ്യം തന്നെ പറയാം, എങ്ങനെയുണ്ട് അസാസിൻ ക്രീഡ് ഷാഡോസ്. അസാസിൻ ക്രീഡ് ഷാഡോസ് എന്ന് പറഞ്ഞ ആ ഒരു പേര് പോലെ തന്നെ ആ ഒരു ഷാഡോ മാത്രമേ നമുക്ക് ഇപ്പൊ ഈ ഒരു അസാസിൻ ക്രീഡ് ഫ്രാഞ്ചൈസിയിൽ ഉള്ളൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും അടുത്ത് തന്നെ ടെൻസെന്റ് യൂബിസോഫ്റ്റിനെ ബൈ ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പൊ അവർ തിരിച്ച് സ്റ്റീമിൽ വന്നിട്ടും ഒക്കെ സാധനങ്ങളൊക്കെ രണ്ടാമത് റീലോഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത്രയ്ക്ക് നല്ല കോപ്പീസ് വിറ്റ് പോവെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം തന്നെ അത്രയും വലിയ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം ഒന്നും അല്ല. ഇവർ സത്യം പറഞ്ഞാൽ ഗോസ്റ്റ് ഓഫ് ടുഷിമയുടെ ടൈമിലായിരുന്നു ഈ ഒരു ജപ്പാൻ സെറ്റിംഗ് അവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അത് ചെയ്തിട്ടില്ലായിരുന്നു. നമുക്ക് ഇപ്പോഴാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ഒറ്റ വാക്കി ഞാൻ ഇത്രയും പറയുള്ളൂ, ഇതൊരു മൊത്തത്തോടൊരു മോശം ഗെയിം എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരു ടിപ്പിക്കൽ IGN പറയുന്ന പോലെ ഒരു 7 ഔട്ട് ഓഫ് 10 ഉള്ളൊരു ഗെയിം ആയിട്ടാണ് എനിക്ക് എന്താണെങ്കിലും ഇതെനിക്ക് തോന്നിയിട്ടുള്ളത്. വൽഹാല, മിറാജ് ഇതേപോലത്തെ ഗെയിംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കളിച്ച് നിങ്ങൾക്ക് പിന്നെയും അസാസിൻ ക്രീഡ് കളിക്കണമെന്നൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിച്ചു നോക്കാവുന്ന തന്നെയാണ്. ഇത്ര ഞാൻ പറയുന്നത് ഭയങ്കര ഗ്രൈൻഡിങ് തന്നെയാണ്. ഞാൻ ആദ്യം ഒരു 4-5 മണിക്കൂറാണ് ഞാൻ ആക്ച്വലി പ്ലേ സ്റ്റേഷനിൽ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്ന അസാസിൻ ക്രീഡ് ഓഡിസി, അതുകൂടാതെ തന്നെ വൽഹാല, മിറാജ് ഇതിലേക്കെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അവർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു എൻവയറമെന്റ് കാര്യങ്ങളാണെങ്കിലും ഗ്രാഫിക്സ് ഒക്കെ ആണെങ്കിലും അത് അവർക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫ്യൂഡൽ ജപ്പാനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു വേൾഡ് അവർ സൂപ്പറായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് സീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഭയങ്കര വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി പ്രൊട്ടോഗണിസ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തൊരു ഷിനോബി ആയിട്ടാണ് ഞാൻ കളിച്ചപ്പോൾ മോസ്റ്റ്ലി ഷിനോബി ആയിട്ട് തന്നെയായിരുന്നു നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് സത്യം പറഞ്ഞാൽ കോർ അസാസിൻ ക്രീഡ് ക്യാരക്ടർ. അതുകൂടാതെ തന്നെ ഇതിനകത്തൊരു സാമുറായി ക്യാരക്ടർ കൂടിയുണ്ട്. അദ്ദേഹത്തിന് തന്നെ യാസുക്കെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ. ആൻഡ് ഞാൻ ഇത്രയും പറയുള്ളൂ, ഷിനോബിയുടെ ക്യാരക്ടറാണ് എനിക്ക് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം അതാണ് നമ്മുടെ കോർ അസാസിൻ ക്രീഡ് ക്യാരക്ടർ. മറ്റൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും ഭയങ്കര ഓവർ പവേർഡ് ആയിട്ട് ആരെങ്കിലും കൊല്ലണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആ ഒരു ക്യാരക്ടറിനെ യൂസ് ചെയ്ത് കൊല്ലാം. പക്ഷെ അത് ഭയങ്കര സ്ലോ ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ ഷിനോബിയുടെ ക്യാരക്ടർ ഭയങ്കര ഫാസ്റ്റ് ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ചാടി കയറാം. അങ്ങനെയൊക്കെയുള്ള കുറേ എന്താ പറയേണ്ട ഒരു ഗെയിം പ്ലേ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് അതാണ്. പക്ഷെ അത് അത്ര എന്താ പറയേണ്ട പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ അല്ല. ആൻഡ് കുറച്ചും കൂടി നമ്മൾ ഇതിൻ്റെ സ്റ്റോറിയിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു സ്റ്റോറി റിവോൾവ് ചെയ്യുന്ന ഷിനോബിയുടെ ആ ഒരു സ്റ്റോറി ലൈൻ വെച്ചാണെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് സ്റ്റോറി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമേ ഞാൻ പറയാം, ഞാൻ ഗെയിം കളിച്ച് തീർത്തൊന്നുമില്ല. പക്ഷെ കളിച്ചത് വെച്ച് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. കുറേ അനിമസിൻ്റെ കുറേ അഡീഷണൽ കാര്യങ്ങളുണ്ട്, കുറേ അഡീഷണൽ സൈഡ് ക്വസ്റ്റ് ഉണ്ട്. പിന്നെ യൂബിസോഫ്റ്റിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള സിങ്ക്രണൈസേഷൻ, പിന്നെ ബ്ലോഡഡ് ആയിട്ടുള്ള ഒരു മാപ്പൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കളിച്ചത് അത്രയും വരെ വലിയ കുഴപ്പമില്ലായിരുന്നു സ്റ്റോറി. പക്ഷേ ഞാൻ കേട്ടത് സ്റ്റോറി വെർത്തല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ 5-6 സൈഡ് മിഷനൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ സൈഡ് മിഷനൊക്കെ വൻ ശോകം തന്നെയായിരുന്നു. ആൻഡ് എടുത്ത് പറയേണ്ട ഒരു കാര്യം, എൻ്റെ പൊന്നോ, ഇതിനകത്ത് ഉള്ള വോയിസ് ആക്ടിങ്, എസ്പെഷ്യലി ചില സൈഡ് മിഷനിലെ വോയിസ് ആക്ടിങ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര ശോകമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുകൂടാതെ തന്നെ യൂബിസോഫ്റ്റിന് ഇപ്പോഴും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ആൾക്കാരുടെ ഫേഷ്യൽ ആനിമേഷൻ. ഇത്രയധികം ഗ്രാഫിക്സ് അവർക്ക് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ കൊടുക്കുവാണെങ്കിൽ ആൾക്കാർക്ക് നല്ലൊരു ഫേഷ്യൽ ആനിമേഷൻ കൊടുക്കാൻ പറ്റില്ല. പണ്ട് ബ്ലാക്ക് ഫ്ലാഗിൽ വരെ ഇതിനേക്കാളും കിടിലനായിട്ടുള്ള ഫേഷ്യൽ ആനിമേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമുക്ക് എന്താണെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതെല്ലാം ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ്. സോ ഇനി ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൈൻഡിങ് ആണ്. ഒരു പരിധി കഴിയുമ്പോഴത്തേ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ കിടന്ന് പോയിട്ട് ആൾക്കാരെ കൊല്ലാം. ആ ഒരു മോഡ് നമുക്ക് സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈറ്റ്സ് ഒക്കെ പൊട്ടിക്കാം, അതേപോലത്തെ കാര്യങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്, ഷിനോബിയുടെ ക്യാരക്ടറാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മറ്റേ സാമുറായിയുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഭയങ്കര ബ്രൂട്ടലാണ്. പുള്ളിക്കാരൻ്റെ ഓരോ കോമ്പാറ്റ് സ്കിൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആൾക്കാരെയൊക്കെ എന്താ പറയേണ്ട ഭയങ്കര ബ്രൂട്ടലായിട്ട് കൊല്ലുന്ന അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് അവർക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം വെച്ച് നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഗോസ്റ്റ് ഓഫ് ടുഷിമയെക്കാളും നല്ലൊരു ഗെയിം ആണോ എന്ന് ചോദിച്ചാൽ ഗോസ്റ്റ് ഓഫ് ടുഷിമ ഞാൻ കളിച്ച് തീർത്താണ്. ഇത് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ഇംപ്രഷനിൽ ഞാൻ പറയുവാണെങ്കിൽ അത് കളിച്ചിട്ട് ഇത് കളിക്കുന്നത് കൊണ്ട് എനിക്ക് അത്രയ്ക്ക് എന്നെ ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നില്ല. ഇനി ഞാൻ പോയി കളിക്കുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്ക് അത്രയ്ക്ക് വലിയ മൂഡൊന്നും എനിക്ക് കിട്ടുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ഇത് തന്നെയായിരിക്കും ഭൂരിഭാഗം ആൾക്കാരുടെ കാര്യമെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. സോ അതുകൊണ്ട് തന്നെ
ഞാൻ കളിച്ച അത്രയും വെച്ച് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇതൊരു റെവല്യൂഷണറി ആയിട്ടുള്ളൊരു ഗെയിം ആയിട്ടൊന്നും മാറാൻ പോകുന്നില്ല. ആൻഡ് മറ്റൊരു അസാസിൻ ക്രീഡ് എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ എൻ്റെ റെക്കമെൻഡേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരിക്കലും ഈ ഒരു ഗെയിം വാങ്ങരുത്. ഇപ്പോൾ ഭയങ്കര 5000 രൂപയ്ക്ക് എങ്ങാണ്ടൊക്കെയാണ് സ്റ്റീമിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അത് സെയിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് വല്ല 1000 രൂപയോ 1500 രൂപയ്ക്കൊക്കെ വരുവാണെങ്കിൽ വാങ്ങുമോ, കളിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മെയിൻ സ്റ്റോറി മാത്രം ജസ്റ്റ് കളിച്ചു പോകുമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ആവശ്യമില്ലാത്ത കുറേയധികം സൈഡ് ക്വസ്റ്റ് ഉണ്ട്. അതൊന്നും വിച്ചർ 3 പോലെയുള്ള സൈഡ് ക്വസ്റ്റ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ആക്ച്വലി യൂബിസോഫ്റ്റിൻ്റെ പുതിയ അസാസിൻ ക്രീഡ് ഷാഡോയെ കുറിച്ച് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഈ ഒരു ഗെയിമിന് വേണ്ടി എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുമായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യൂബിസോഫ്റ്റ് രക്ഷപ്പെടുവോ ഇല്ലയോ, അതോ യൂബിസോഫ്റ്റ് കാര്യത്തിൽ തീരുമാനമായോ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ ചെയ്യാതെ തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാതെ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സീ യു നെക്സ്റ്റ് എപ്പിസോഡ്.